കോവിഡ് എന്ന് പറയുന്ന മഹാമാരി, കൊറോണ വൈറസ്, കോവിഡ്-19, ഈ മഹാമാരി നമ്മുടെ രാജ്യത്തും ലോകത്തും പടർന്നു പിടിച്ചപ്പോൾ എത്രയധികം ലോകം ആശങ്കപ്പെട്ടു എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലോക്ക്ഡൌണുകൾ, ക്വാറന്റൈനുകൾ, സോഷ്യൽ ഡിസ്റ്റൻസിങ്, അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു സന്നാഹം തന്നെ, അല്ലെങ്കിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അമേരിക്കയിലടക്കം മരണപ്പെട്ടു വീണത്. ഈ കോവിഡിന്റെ ഭീതി ഇപ്പോഴും അത് അനുഭവിച്ചിട്ടുള്ളവർക്കും മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും വലിയ വേദന തന്നെ സൃഷ്ടിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയവും തർക്കവുമില്ല. ഇപ്പോൾ ഇത് ഹാൻഡ വൈറസ് എന്ന് പറഞ്ഞൊരു വൈറസ് എത്തിയിരിക്കുകയാണ്. ഹാൻഡ വൈറസ് ഒരു ക്രൂയിസ് കപ്പലിൽ ബാധിച്ച 3 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ട് വരുന്നു. ആ കപ്പലിലുണ്ടായിരുന്ന 24-ലധികം പേർ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോകത്ത് അപകടകരവും മാരകവുമായ ഒരു വൈറസിനെ കൂടി ലോകാരോഗ്യ സംഘടന ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതിനെതിരെ അർജന്റീനയിൽ നിന്ന് പുറപ്പെട്ട MV ഹോണ്ടിയസ് എന്ന ക്രൂയിസ് കപ്പലിലെ നിഗൂഢമായ ഹാൻഡ വൈറസ് ബാധിച്ച് ഡച്ച് ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ മരിക്കുകയും നിരവധി പേർ ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്തു. കൂടാതെ ഈ കപ്പലിൽ യാത്ര ചെയ്തിരുന്ന 12 രാജ്യങ്ങളിൽ നിന്നുള്ള 24-ലധികം പേർ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാകാതെ കപ്പൽ വിട്ടത് കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. കപ്പലിലെ 5 പേർ ഉൾപ്പെടെ ആകെ 8 പേർക്ക് ഈ രോഗം ബാധിച്ചതായി കണ്ടെത്തിയതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. കൊറോണ പകർച്ചവ്യാധി പോലെ അപകടകരമല്ല ഈ രോഗം എന്നാണ് പറയുന്നത്. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ കോണ്ടാക്ട് ട്രേസിംഗ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഏപ്രിൽ 24-ന് ഹാൻഡ വൈറസ് ബാധിച്ച ആദ്യത്തെ യാത്രക്കാരൻ മരിച്ചതിനു ശേഷം ഏകദേശം 2 ആഴ്ചയ്ക്കുള്ളിൽ 12 രാജ്യങ്ങളിൽ നിന്നുള്ള 24-ലധികം ആളുകൾ മെഡിക്കൽ പരിശോധന കൂടാതെ ക്രൂയിസ് കപ്പലിൽ നിന്ന് മടങ്ങിയതായി ഡച്ച് ഉദ്യോഗസ്ഥർ വ്യാഴാഴ്ച പറഞ്ഞു. എന്നിരുന്നാലും ഡച്ച് ഉദ്യോഗസ്ഥർ ഈ സംഖ്യ 40-ൽ കൂടുതലാണെന്ന് പറഞ്ഞു. കപ്പലിലെ യാത്രക്കാർ നാട്ടിലേക്ക് മടങ്ങിയതിനു ശേഷം ഹാൻഡ വൈറസ് പടർന്നു വന്ന വാർത്ത വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.